വട അല്ലെങ്കിൽ ചിക്കൻ വട. ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഈ വട റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. സാധാരണ നമ്മൾ വടയ്ക്ക് ചായയുടെ കൂടെയാണ് കഴിക്കാറ്. പക്ഷെ ഇത് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വടയായതുകൊണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ വട നിങ്ങൾ ഓയിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വറുത്തിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും പൊരിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാനിവിടെ കുറച്ച് വലിയ വടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. വലിയ വടയായിട്ട് ഉണ്ടാക്കുമ്പോൾ തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ വലിയ വടയൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വടയായിട്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാണ്ട്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റി കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അതുകൊണ്ട് നീക്കി വയ്ക്കാം. പിന്നെ വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത്രയ്ക്ക് വലിയ ഉരുളൻകിഴങ്ങായിട്ട് എടുത്തേക്കുന്നത്. ഈ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തേക്കുന്നതാണ്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ട മസാലകൾ എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള ഞാനിവിടെ മീഡിയം സവോളയാണ് എടുത്തത്. അത് ഞാനിവിടെ ഒരു 1.5 സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ടൈപ്പ് സവോള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 സവോള എടുക്കുക. പിന്നെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് വെള്ളം പോലെ അങ്ങോട്ട് നല്ല പേസ്റ്റ് പോലെ ആവണ്ട. മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു 6 വലിയ വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കറക്കിയിട്ട് എടുത്തത്. പിന്നെ പച്ചമുളക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ചെറിയ ടൈപ്പ് പച്ചമുളക് ഒരു 5 പച്ചമുളകാണ് എടുത്തത്. പിന്നെ ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും എടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം കുറച്ച് എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ബൈൻഡ് ചെയ്ത് ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഈ വടയുടെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, ഗരം മസാല വേണം, കുരുമുളക് പൊടി വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഒരുമിച്ച് ഒരു മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അപ്പോൾ ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ചേർക്കുക. ചിക്കൻ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഫസ്റ്റ് ഈ ചിക്കൻ ഒന്ന് കറക്കിയിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ല കറക്കി നല്ല പേസ്റ്റ് പോലെ എടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫസ്റ്റ് തനിച്ചൊന്ന് കറക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ അങ്ങോട്ട് മിക്സ് ആവാണ്ട് കിടക്കും. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർക്കാം. പച്ചമുളക് ചേർക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം, മല്ലിയില ചേർക്കാം, സവോള ചേർക്കാം, ഇത് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളൻകിഴങ്ങും പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. അതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. സവോളയ്ക്ക് അതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് അറിയേണ്ട ആവശ്യമില്ല, ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ട്രിപ്പായിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രാവശ്യം ഒന്ന് കറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടാണ് രണ്ടാമത് കറക്കിയത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് എടുത്തത് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. മുളക് പൊടി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കാരണം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുമല്ലോ. കുരുമുളക് പൊടി ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ഞാനിതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. സാധാരണ നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ചേർക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതും ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം.
ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. ഇത് രണ്ടും എന്തായിരുന്നാലും ചേർക്കണം, അല്ലെങ്കിൽ നമ്മളത് ഓയിലിടുന്ന സമയത്ത് ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കസൂരി മേത്തിയും ചേർക്കുന്നുണ്ട്. അത് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അതിലേക്ക് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും ചേർക്കാം. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതുകൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഉരുളൻകിഴങ്ങ് ചേർക്കുമ്പോൾ അധികം ചൂടാറുന്നതിന് മുമ്പ് ഇതിലേക്ക് ചേർക്കാം, അപ്പോഴായിരിക്കും ഇത് നമുക്ക് ഉരുളൻകിഴങ്ങ് നല്ല പൊടി പോലെ കിട്ടുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ കൂടെ ശരിക്കും നന്നായിട്ടാണ്ട് മിക്സ് ആവുക. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് കല്ല് പോലെയാവും. അപ്പോൾ ഇതിന് ചെറിയൊരു ചൂടുണ്ട്. ഉരുളൻകിഴങ്ങ് പിന്നെ നന്നായിട്ട് വേവണം കേട്ടോ, ഉള്ളിലേക്ക് നന്നായിട്ട് വേവണം. ഉരുളൻകിഴങ്ങ് ഞാനിവിടെ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. ഉരുളൻകിഴങ്ങ് പിന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ അതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് ചേർത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇതിപ്പോൾ ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ കൈ കൊണ്ട് അങ്ങോട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊടിയും. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഹാർഡാവും, അത് ശരിക്കും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. എല്ലാ മസാലപ്പൊടികളും അതിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ മല്ലി ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ചേർത്തത്, അതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. മല്ലി സാധാരണ മുഴുവനായിട്ടുള്ള മല്ലി മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി. ഞാൻ സാധാരണ മല്ലി ചൂടാക്കേണ്ട പൊടിയാണ്, എനിക്ക് ചൂടാക്കിയിട്ട് പൊടിക്കുമ്പോൾ ഇഷ്ടമില്ല. അപ്പം മല്ലിയുടെ ആ ശരിക്കുള്ള സ്മെല്ല് കിട്ടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങനെ ഭയങ്കര ലൂസായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് അതിലേക്ക് ഇപ്പോൾ മൈദപ്പൊടിയും പിന്നെ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാം മിക്സും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഇരിക്കില്ല, കുറച്ച് വെള്ളം പോലെ ആയിരിക്കും. ഉരുളൻകിഴങ്ങൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് ഞാനിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് വടയുടെ ഷേപ്പ് ആക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തൂത്ത് കൊടുക്കണം. ഇനി നമുക്ക് വടയുടെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചെറുത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതുണ്ടാക്കാം, വലുത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ വടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കയ്യിൽ വെച്ചിട്ട് അതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടുക. നിങ്ങൾ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഉരുട്ടാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് അതിലേക്ക് മൈദപ്പൊടിയും കോൺഫ്ലോറും ചേർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ചിക്കൻ കഴുകിയിട്ട് എടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അത് വെള്ളം കൂടിപ്പോവും ലാസ്റ്റ് വരുമ്പോൾ. ഇത് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തുക. സാധാരണ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഇതിൻ്റെ നടുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. കുറച്ച് നല്ല വലിയ കുഴിയിടണം കേട്ടോ, അപ്പോഴായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു 8 എണ്ണം കേട്ടോ ഇതേപോലെ വടയുടെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തേക്കുന്നത്. ഇത് 6 എണ്ണം ഉണ്ട്, പിന്നെ 2 എണ്ണം കൂടി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാവരും മുഴുവൻ ഉണ്ടാക്കണില്ല, ബാക്കി ഇനി ഒരു 5 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ള ഇത് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കറണ്ട് പോകാത്ത സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം വരെ കേട് വരാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഇത് ഇനി നമുക്ക് വറുത്തെടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് വട ഇടാൻ വേണ്ടിയിട്ട്. ഓയിൽ ചൂടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ വടയായിട്ട് ചേർക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഈ വട ഒന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം. കാരണം തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനൊന്നും നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് മാത്രം തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ.
ഇപ്പം ഞാൻ തീ നന്നായിട്ട് കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്ത് സാധനം നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു ചൂടിൽ നിൽക്കണം, അല്ലെങ്കിൽ തണുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കുതിർന്ന് ഓയിലിലേക്ക് അങ്ങോട്ട് സ്പ്രെഡായിരിക്കും. ഇനി ഞാനിവിടെ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ചൂടിൽ ഓയിൽ വയ്ക്കുക. അപ്പം എൻ്റെ ഇപ്പോൾ ഇവിടെ വലിയ ബർണറാണ്, അപ്പം ഞാനിവിടെ നമ്പർ 1, 2, 3 ഇല്ലേ, അതിൽ 4 വെച്ചേക്കുന്നത്. അത് നമുക്കിങ്ങനെ അറിയാമല്ലോ. അപ്പം നമ്മൾ ഇടയ്ക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക, ഇടയ്ക്ക് തീ കുറച്ച് വയ്ക്കുക. ഈ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടുക. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ ബ്രെഡ് ക്രംസിൽ നമ്മൾ ചെയ്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കില്ല, അതേപോലെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ചിലപ്പോൾ അപ്പോൾ ചിക്കൻ ചിലപ്പോൾ ശരിക്കും അങ്ങോട്ട് വേവില്ല. ചിലപ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് പുറത്ത് വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അത് കരിയുമല്ലോ. ഇനിയിപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എന്നാലും ഇതിനകത്ത് നന്നായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ എടുക്കാൻ പോണതിന് മുമ്പ് തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് എടുക്കുക. അത് എന്ത് സാധനം നമ്മൾ ഓയിലിൽ നിന്ന് വറുത്തിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. കാരണം തീ നന്നായിട്ടാണ് കൂട്ടി വെച്ച് കഴിയുമ്പോൾ ഓയിൽ നന്നായിട്ടാണ് ചൂടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിലൊക്കെ പുറത്തേക്ക് വരും. ഇനി ഞാനിത് ഓയിലിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ വേവണേൻ്റെ ഒരു സമയമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. എന്ത് സാധനം നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് വറുത്തരുത്. അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസൊക്കെ അങ്ങോട്ട് പോകുമല്ലോ. അങ്ങോട്ട് പോയിട്ട് നമ്മൾ വറുത്തെടുക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ ആ സോഫ്റ്റ്നെസ്സൊക്കെ പോയിട്ട് അത് ഭയങ്കര ഹാർഡായിട്ട് വരും. ചിക്കനൊക്കെ ആകുമ്പോൾ കുറച്ച് ജ്യൂസി ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. കാരണം ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും കുറേ നേരം ഇട്ടിട്ട് മൊരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. ഇത് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.